രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മകൾ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ഇവർ എത്തിയത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡിയുടെ ഈ നീക്കം. CMRL കമ്പനിയിൽ നിന്നും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ലഭിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചും കമ്പനിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് വകമാറ്റിയ തുകയെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ചോദ്യം ചെയ്യൽ. കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയോടും കമ്പനിയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടും ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ഇഡി പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങളിലേക്കും അന്വേഷണം നീളുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. CMRLും പ്രമുഖ വ്യക്തികളുടെ കമ്പനികളും തമ്മിൽ നടത്തിയ കരാറുകളുടെ സുതാര്യതയും ഇഡി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി നിപുണയിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിന് പിന്നാലെ ഇഡിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRLന്റെ ഹർജി കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ വീണയോട് ആവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിശ്ചയിച്ച ദിവസം ഹാജരാകാൻ കഴിയില്ലെന്ന് വീണ ഇഡിയെ അറിയിച്ചിരുന്നു. 2 ആഴ്ച സാവകാശം തേടിയാണ് വീണ ഇമെയിൽ അയച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്രയും സാവകാശം നൽകാതെ ബുധനാഴ്ച ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഇന്ന് വീണ്ടും ഇഡി സമൻസ് അയക്കുകയായിരുന്നു. PMLA വകുപ്പ് 50 പ്രകാരം ലഭിച്ച സമൻസിൽ കക്ഷി നേരിട്ട് ഹാജരാകുമെന്നാണ് വ്യവസ്ഥ. വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. CMRLിൽ നിന്ന് ലഭിച്ച 2.78 കോടി എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഇഡി തീരുമാനം. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ ഇഡി തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി.